എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ഉൽപാദന ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരുന്നു. അതിലൊരു ഘടകമായ ഭൂമിയെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഭൂമിയുടെ ചില ചലനങ്ങളെക്കുറിച്ചും ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചും നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ചാലോ? നമുക്ക് പാഠഭാഗത്തേക്ക് പോവാം. ഒരു കഥ കേൾക്കാം. An ancient town in the 2nd century BC. The people are celebrating the day of the marriage procession of their prince who got married to the beautiful princess of the neighboring country. People crowded on either side of the royal path to welcome the prince. Rather than seeing the princess, all of them were curiously viewing the prince's wedding gift, a huge golden statue with human head on a horse body. But the joyful days didn't last long. The town was struck by a severe drought. To know the reason for the drought and to prescribe remedy, the king assembled all the great astrologers of the land. Their finding was that the drought was brought about by the prince's wedding gift, the golden statue. To remedy the situation, they recommended the golden statue to be thrown from the edge of the earth. കഥ എല്ലാവരും കേട്ട് കാണും അല്ലേ? കഥയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജകുമാരിക്ക് കിട്ടിയ സമ്മാനം രാജ്യത്ത് വരൾച്ചയ്ക്ക് കാരണമായെന്നും ഈ സമ്മാനം ഭൂമിയുടെ അഗ്രഭാഗത്ത് കൊണ്ടേ ഉപേക്ഷിക്കാൻ പറയുന്നതുമായ ആ രംഗമാണ് കഥയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ നോക്കുമ്പോൾ ഭൂമിയിൽ കുറേ ഭാഗങ്ങൾ പരന്നു കാണപ്പെടുന്നു, കുറേ ഭാഗങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. പണ്ട് കാലം തൊട്ട് ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് ഭൂമിയുടെ ആകൃതി പരന്നതാണെന്നായിരുന്നു. ഇങ്ങനെയുള്ള ചിന്താശകലങ്ങളിൽ നിന്നും പല യുക്തിചിന്തകളും ഉയർന്നു വന്നു. ഈ യുക്തിചിന്തകൾ തത്വചിന്തകന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിന് ഇടയാക്കി. ഈ അഭിപ്രായങ്ങൾ ഒന്ന് നമുക്ക് പരിശോധിച്ചാലോ? ഗ്രീക്ക് തത്വചിന്തകനായ തെയിൽസ് ആണ് ഭൂമിക്ക് ഗോളാകൃതി എന്ന ആശയം ആദ്യം മുന്നോട്ട് വച്ചത്. ഈ ഗോളം ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നുവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗ്രീക്ക് തത്വചിന്തകനായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത്. കോപ്പർനിക്കസ് ഈ ആശയത്തെ പിന്താങ്ങി. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചു. മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. സർ ഐസക് ന്യൂട്ടൻ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതിയല്ലെന്ന് കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. സർ ഐസക് ന്യൂട്ടനാണ് ഭൂമിക്ക് ഗോളാകൃതിയല്ലെന്ന് കണ്ടെത്തുകയും ഭൂമിയുടെ ആകൃതി ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗത്ത് അല്പം വീർത്തതുമായ ആകൃതിയാണെന്ന് സർ ഐസക് ന്യൂട്ടൻ കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം അല്പം വീർത്തതുമായ ഈ ആകൃതിയെയാണ് ജിയോയിഡ് എന്ന് അറിയപ്പെടുന്നത്. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആകൃതി എന്നാണ് അറിയപ്പെടുന്നത്. Spherical shape of the earth, which is slightly flattened at the poles and bulged at the equator, is known as geoid. The word geoid means earth-shaped. ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഗ്ലോബ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഗ്ലോബില് ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. പക്ഷേ ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആണെന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ നിന്ന് കോഴിക്കോട് പോകണമെങ്കിൽ തന്നെ കുറേ സമയം വേണ്ടി വരും അല്ലേ? അപ്പൊ ഭൂമിയെ വലം വയ്ക്കാൻ എന്തോരം സമയം വേണമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാനഡക്കായ സാഹസിക സഞ്ചാരിയായ ജീൻ ബലിവോ 11 വർഷം കൊണ്ടാണ് ഭൂമിയെ
വലം വയ്ക്കാൻ എടുത്ത സമയം. അത് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. ഗ്രീക്ക് തത്വചിന്തകനായ ഇറാസ്റ്റോസ്തനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്ന കോണളവിനെ അടിസ്ഥാനമാക്കി ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തി. ഇന്നത്തെ ചുറ്റളവിനോട് ഏകദേശം അടുത്തു നിൽക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ ചുറ്റളവ്. അക്കാലത്ത് യാതൊരു നൂതന സാങ്കേതിക വിദ്യയുമില്ലാത്ത കാലത്താണ് അദ്ദേഹം ഈ കാര്യം കണ്ടെത്തിയെന്ന കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. നിങ്ങൾ ചെസ് കളിക്കാറുണ്ടോ? ചെസ്സിൽ കുറെ കളങ്ങൾ കാണാം അല്ലെ? നെടുകയും കുറുകയുമായി ധാരാളം വരകൾ കാണാം. ഇതേപോലെ ഗ്ലോബിലും ധാരാളം വരകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ നെടുകയും കുറുകയുമായി കാണപ്പെടുന്ന വരകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സാങ്കല്പിക രേഖകളാണ്. ഭൂമിയിൽ ഇങ്ങനെ നെടുകയും കുറുകയും കാണപ്പെടുന്ന രേഖകൾ ഭൂമിയിൽ ഓരോ പ്രദേശത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്നു. ഇത് കൃത്യമായ കോണീയ അളവിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്ലോബിന്റെ മുകളിൽ വരച്ചിരിക്കുന്നത്. ഒരു ഗ്ലോബിൽ ധാരാളം വരകൾ വരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. കുറുകെ കാണുന്ന വരകളെ അക്ഷാംശ രേഖകൾ അഥവാ ലാറ്റിറ്റ്യൂഡ് എന്നും നെടുകെ കാണുന്ന വരകളെ ഏകാംശ രേഖകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കൂ. കുറുകെ കാണുന്ന ഈ വരകളാണ് അക്ഷാംശ രേഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് രേഖാംശ രേഖകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്ലോബിൽ നെടുകയും കുറുകയും കാണപ്പെടുന്ന വരകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുറുകെ കാണുന്ന വരകളായ അക്ഷാംശ രേഖകളെക്കുറിച്ച് കുറച്ച് വിശദമായി നമുക്ക് പഠിക്കാം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. എന്താണ് അക്ഷാംശ രേഖകൾ? ഭൂമിയുടെ കേന്ദ്രഭാഗത്തു നിന്നും ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് അക്ഷാംശ രേഖകൾ എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മളൊരു ഉള്ളുപൊള്ളയില്ലാത്ത ഒരു പന്തെടുക്കുന്നു, അതിനെ ഛേദിക്കുന്നു. അതിനെ ഛേദിച്ചതിന് ശേഷം അതിൽ കോണുകൾ അടയാളപ്പെടുത്തി ഈ ഒരേ കോണളവുകൾ വരുന്ന അളവുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരച്ചാൽ നമുക്ക് അക്ഷാംശ വൃത്തങ്ങൾ ലഭിക്കും. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലത്തെയാണ് അക്ഷാംശം എന്ന് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ നമുക്ക് അക്ഷാംശ വൃത്തങ്ങൾ ലഭിക്കുന്നുണ്ട്. 0 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ പോകും തോറും അക്ഷാംശ വൃത്തങ്ങൾ ചെറുതായി വരുന്നതായിട്ട് കാണാം. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നു.
മുകളിലുള്ള ഭാഗം നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളം എന്നും താഴെയുള്ള ഭാഗം സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളം എന്നും അറിയപ്പെടുന്നു. മറ്റു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളൊന്നും നോക്കിയാലോ. 23 ഡിഗ്രി അക്ഷാംശ രേഖ ഉത്തരാർദ്ധഗോളത്തിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയെന്നും 23.5 ഡിഗ്രി ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖയെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖ എന്നും അറിയപ്പെടുന്നു. 66 ഡിഗ്രി ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖയെ ആർട്ടിക് സർക്കിൾ എന്നും ആർട്ടിക് വൃത്തമെന്നും 66 ഡിഗ്രി ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖയെ അന്റാർട്ടിക് സർക്കിൾ അഥവാ അന്റാർട്ടിക് വൃത്തം എന്നും അറിയപ്പെടുന്നു. 90 ഡിഗ്രി ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖയെ ഉത്തരധ്രുവം അഥവാ നോർത്ത് പോൾ എന്നും 90 ഡിഗ്രി ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖയെ സൗത്ത് പോൾ അഥവാ ദക്ഷിണ ധ്രുവം എന്നും അറിയപ്പെടുന്നു. ഇവയാണ് പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകൾ. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമധ്യരേഖ എന്നറിയപ്പെടുന്നു. 23 ഡിഗ്രി ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖയെ ഉത്തരായന രേഖ എന്നറിയപ്പെടുന്നു. 66 ഡിഗ്രി ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖയെ ആർട്ടിക് വൃത്തമെന്നും 90 ഡിഗ്രി അക്ഷാംശ രേഖയെ ഉത്തരധ്രുവം എന്നും അറിയപ്പെടുന്നു. 23 ഡിഗ്രി ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖയെ ദക്ഷിണായന രേഖയെന്നും 66 ഡിഗ്രി ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖയെ അന്റാർട്ടിക് വൃത്തമെന്നും 90 ഡിഗ്രി അക്ഷാംശ രേഖയെ ദക്ഷിണ ധ്രുവം എന്നും അറിയപ്പെടുന്നു. Latitudes. So first, let me tell you what is a latitude. The imaginary line that is drawn from the east to west is called the latitude. So first, I am going to explain you the 4 main direction. So first one is the east, from where the sun rises we denote as a east, and where the sun set that is a west, and above it is a north, and then down it is a south. So above is the north pole, we denote it as a L, and down is your south pole, and we denote it as a S. Okay, now you can see this middle line. This middle line is your equator. This middle line divides the earth into 2 hemispheres, that is northern hemisphere and southern hemisphere, and we denote it as a 0 degree. And as we move further above towards the north pole, what we see? We see the Tropic of Cancer, and this is denoted as 23.5 degree north. And as we move further forward towards the north pole, what we see? We see the Arctic Circle, and it is denoted as 66.5 degree north. And above Arctic Circle, what is it? It is North Pole, which is denoted as 90 degree north. And now when we move down towards the South Pole, what we see? We see the Tropic of Capricorn, that is denoted as 23.5 degree south. And as we move further down towards the South Pole, what we see? We see
Antarctic Circle, that is denoted as 66.5 degree south. And down, it is a south pole which is denoted as 90 degree south. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് പഠിച്ചു. ഭൂമിയുടെ ആകൃതി ഗോളാകൃതി അല്ലെന്ന് പഠിച്ചു. ഭൂമിയുടെ ആകൃതി മധ്യഭാഗം അല്പം വീർത്തതും ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതുമായ ആകൃതിയായ ജിയോയിഡ് എന്ന ആകൃതിയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഭൂമിയിലെ സാങ്കല്പിക രേഖകളായ അക്ഷാംശ രേഖകളെക്കുറിച്ചും രേഖാംശ രേഖകളെക്കുറിച്ചും ചില ധാരണകൾ നേടി. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും സ്ഥാനനിർണയത്തിനും സമയനിർണയത്തിനും നമ്മെ സഹായിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കി. ഭൂമിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.